നമസ്കാരം. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസ് വിസ്മയം തീർക്കാനൊരുങ്ങുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2023 നിയമസഭാ ഫലങ്ങൾ കൃത്യമായി പ്രവചിച്ച കന്നഡ വാർത്താ പ്ലാറ്റ്ഫോമായ ഈഡിന നടത്തിയ സർവേയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നിർണായക മുൻതൂക്കമുണ്ടെന്ന് പ്രവചിച്ചത്. 2024 ഫെബ്രുവരി 15-നും മാർച്ച് 5-നും ഇടയിൽ മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് 52,678 ആളുകളുടെ സാമ്പിൾ സർവേ നടത്തിയാണ് ഈഡിന പ്രവചനം നടത്തിയത്. തുടർച്ചയായ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കർണാടക വോട്ടർമാർ കോൺഗ്രസിനെ മാറ്റി ബി.ജെ.പിയോട് അടുത്തുവെന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ ഈഡിന എത്തിയ ചില നിഗമനങ്ങൾ ആശ്ചര്യജനകമാണ്. 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ബി.ജെ.പിക്ക് അതിന്റെ വോട്ട് വിഹിതം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനം പരിഗണിക്കാതെ തന്നെ 2004 മുതൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടിയത് ബി.ജെ.പിയാണ്. 2004-ൽ 28-ൽ 18-ഉം 35% വോട്ട് വിഹിതവും 2009-ൽ 42% വോട്ടുമായി 19 സീറ്റും 2014-ൽ 43% വോട്ടുമായി 17 സീറ്റും കരസ്ഥമാക്കിയ ബി.ജെ.പി 2019-ലെ തെരഞ്ഞെടുപ്പിൽ 51% വോട്ടുമായി 25 സീറ്റുകൾ തൂത്തുവാരുന്നതാണ് കണ്ടത്. പുതിയ ഘടകകക്ഷിയെ കൂടെ കൂട്ടിയിട്ടും 2024-ൽ ബി.ജെ.പി-JDS സഖ്യത്തിന്റെ വോട്ട് വിഹിതത്തിൽ 10% ഇടിവുണ്ടാകുമെന്ന് ഈഡിന സർവേ പ്രവചിക്കുന്നു. അതേസമയം കോൺഗ്രസിന് 10% വർധനയാണ് സർവേ പ്രവചിക്കുന്നത്. 43.77% വോട്ട് നേടുന്ന കോൺഗ്രസിന് 17 സീറ്റും ബി.ജെ.പിക്ക് 11 സീറ്റുമാണ് സർവേയുടെ പ്രവചനം. 2023-ൽ അധികാരത്തിൽ വന്നതു മുതൽ കോൺഗ്രസിന് അനുഭവപ്പെട്ട സാമ്പത്തിക ഭദ്രതയാണ് ഇതിന്റെ കാരണം എന്നാണ് ഈഡിനയുടെ സർവേ നിരീക്ഷിക്കുന്നത്. അവശ്യ സാധനങ്ങളുടെ കുത്തനെയുള്ള വിലക്കയറ്റം, കുറഞ്ഞ തൊഴിലവസരങ്ങൾ, വർദ്ധിച്ചു വരുന്ന അസമത്വം എന്നിവയിൽ ജനങ്ങൾ നിരാശ പ്രകടിപ്പിക്കുമ്പോൾ കോൺഗ്രസ് സംസ്ഥാന ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികളെ മുൻനിർത്തിയാണ് ജനാഭിപ്രായം നേടുന്നത്. സർവേയിൽ പങ്കെടുത്തവരിൽ പകുതിയിലധികവും, ഏകദേശം 56% പേർ സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യുന്നതിന് കോൺഗ്രസ് വരണമെന്ന് അഭിപ്രായപ്പെടുന്നു. കോൺഗ്രസ് വോട്ടർമാരിൽ 60% സ്ത്രീകളാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. സർവേ മാറ്റി നിർത്തിയാൽ കർണാടകയിലെ മിക്ക നിരീക്ഷകരും വിശ്വസിക്കുന്നത് സിദ്ധരാമയ്യ സർക്കാരിനെ കാര്യമായ ഒരു വിഷയത്തിലും തളച്ചിടാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും പകരം വോട്ടർമാരെ ധ്രുവീകരിക്കാനുള്ള വിഷയങ്ങളിലാണ് അവർ ശ്രദ്ധയൂന്നുന്നത് എന്നുമാണ്. ബി.ജെ.പി-JDS സഖ്യം അസ്വാഭാവികമാണെന്നും വക്കലിംഗ വിഭാഗത്തിനൊപ്പം മുസ്ലിങ്ങളുടെ പിന്തുണയോടെയാണ് JDS വികസിച്ചതെന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്നും നിരീക്ഷകർ വിശ്വസിക്കുന്നു. അടുത്തിടെ തുംകുരവിൽ JDS-BJP പ്രവർത്തകർ പരസ്യമായി ഏറ്റുമുട്ടിയ സംഭവം ഇതിനുദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മിക്ക JDS പ്രവർത്തകരും വിശ്വസിക്കുന്നത് സഖ്യത്തിൽ തങ്ങൾക്ക് മോശം സ്ഥാനമാണ് ലഭിച്ചത് എന്നാണ്. ഇത് കോൺഗ്രസിലേക്ക് ജൂനിയർ ലെവൽ പാർട്ടി നേതാക്കളുടെ പലായനത്തിന് കാരണമായിട്ടുണ്ട്. തുടർന്ന് ബി.ജെ.പിയുടെ വെറ്ററന്മാരിൽ ഒരാളും കാവി ക്യാമ്പിലെ ഒരു പ്രധാന OBC നേതാവുമായ KS ഈശ്വരപ്പ തന്റെ മകന് ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് യെദ്യൂരപ്പയ്ക്കെതിരെ രംഗത്തു വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം സമാനമായി ശബ്ദമുയർത്തിയിരുന്നുവെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ യെദ്യൂരപ്പയുടെ മകൻ രാഘവേന്ദ്ര ബി.ജെ.പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ ഷിമോഗ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ഈശ്വരപ്പ ഭീഷണി മുഴക്കിയതോടെ കാവി പാർട്ടിയിലെ ആഭ്യന്തര കലഹം വീണ്ടും പരസ്യമായിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ 3 സിറ്റിംഗ് MP-മാർക്ക് ടിക്കറ്റ് നിഷേധിച്ചതും ബി.ജെ.പിക്ക് തിരിച്ചടിയാകും. അനന്ത്കുമാർ ഹെഗ്ഡെ, പ്രതാപ് സിംഹ, മുൻ സംസ്ഥാന പ്രസിഡന്റ് നളിൻ കുമാർ കട്ടീൽ എന്നിവർക്ക് പകരം പുതിയ സ്ഥാനാർത്ഥികളെ നിയമിച്ചത് വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. ഭരണഘടന മാറ്റാൻ ബി.ജെ.പിക്ക് വമ്പിച്ച ഭൂരിപക്ഷം നൽകണമെന്ന് പ്രസംഗിച്ച ഹെഗ്ഡെ ഉൾപ്പെടെ ധ്രുവീകരണവും ഭിന്നിപ്പിക്കുന്നതുമായ പരാമർശങ്ങൾക്ക് പേരുകേട്ടവരാണ് മൂവരും. ബി.ജെ.പിയുടെ ബംഗളൂരു നോർത്ത് സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ ശോഭ കരന്തലജെ രാമേശ്വരം കഫേ സ്ഫോടനത്തിന് ശേഷം നഗരത്തിലെ തമിഴ് കുടിയേറ്റക്കാർക്കെതിരെ നടത്തിയ പരാമർശം അടുത്തിടെ വലിയ വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പിയിൽ നിന്നും JDS-ൽ നിന്നും പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള നിരവധി നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നതും സംസ്ഥാനത്തെ അടിയൊഴുക്കിന് അടിവരയിടുന്നുണ്ട്. ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് മെഷീനറിക്ക് പേരുകേട്ട ബി.ജെ.പി സംസ്ഥാനത്ത് ഫെബ്രുവരിയിൽ നടന്ന MLC തെരഞ്ഞെടുപ്പിൽ അവരുടെ ഒരു നിയമസഭാ അംഗം ക്രോസ് വോട്ട് ചെയ്യുകയും മറ്റൊരാൾ വിട്ടുനിൽക്കുകയും ചെയ്തതോടെ നാണം കെട്ടു. മറുവശത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് മാർച്ച് ആദ്യം സുപ്രീം കോടതി തള്ളിയപ്പോൾ
BJPക്കെതിരായ അസാധാരണ പോരാളി എന്ന ഹീറോ പരിവേഷത്തിലേക്ക് വളർന്ന DK ശിവകുമാർ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വജ്രായുധം. പ്രതിപക്ഷത്തെ തളച്ചിടാനുള്ള BJPയുടെ ബഹുമുഖ തന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനിടയിൽ ശിവകുമാർ സമീപകാലത്ത് പുലർത്തിയ തന്ത്രപരമായ രാഷ്ട്രീയ മിടുക്ക് കോൺഗ്രസിന് വലിയ മേൽക്കൈ സമ്മാനിച്ചിട്ടുണ്ട്. വിവാദമായ ബെല്ലാരി ഖനന മുതലാളി G ജനാർദ്ദന റെഡ്ഡിയുടെ അഴിമതി ആരോപണങ്ങൾ കാരണം വർഷങ്ങളോളം അകലം പാലിച്ച BJP ഇപ്പോൾ അദ്ദേഹത്തെ വീണ്ടും തങ്ങളുടെ കൂട്ടത്തിലേക്ക് ക്ഷണിച്ചത് DKയെ നേരിടാൻ ആര് എന്ന അന്വേഷണത്തിനൊടുവിലാണ്. റെഡ്ഡിയെ ഉൾപ്പെടുത്തുന്നത് ബെല്ലാരി, കൊപ്പൽ, റായ്ചൂർ തുടങ്ങിയ ജില്ലകളിൽ പാർട്ടിക്ക് പ്രത്യക്ഷമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നാൽ അഴിമതിക്കെതിരായ അതിന്റെ ദേശീയ വാചാടോപത്തെ ഗുരുതരമായി തുരങ്കം വയ്ക്കും എന്ന വിലയിരുത്തലാണ് നിരീക്ഷകർക്കുള്ളത്. എന്തായാലും കർണാടക വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഒരുങ്ങുമ്പോൾ അവിടെ എല്ലാ പ്രതിബന്ധങ്ങളും മറികടന്ന് കോൺഗ്രസ് വിസ്മയം തീർത്തേക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.